കാണിച്ച ഈ ലഭ്യത അത് കൃത്യമായി ക്യാമറ ഒപ്പിയെടുത്തു. ആ രംഗമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിലുണ്ട്. അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട്. ആദ്യത്തെ അതുകൊണ്ട് മൻസൂഖാകുന്നില്ല. പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി 600 വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാളെ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്നു. എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് ഈക്ക അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഈക്ക വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേറിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പർ സമ്മതിച്ചു. സൽസബീൽ വായിച്ചാൽ അത് കിട്ടൂല. സെൽസബീൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? അത് ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബീലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്. സെൽസബീലിൽ അങ്ങനെയില്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്. തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബീലിന്റെ ഫോട്ടോ കോപ്പിയും കൊണ്ടാ വന്നത്. നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്. എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഹനീഫ്കാരുടെ പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ചില സാഹചര്യം കാരണത്താൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ പോരായ്മ കൂട്ടത്തിൽ പരിഹരിച്ചോട്ടെ. അതുമായി പിന്നെ അത് കാണല്. അപ്പൊ ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഒരു വാദപ്രതിവാദം നടത്തി ഈ രൂപത്തിൽ കോടിയ മുഖവുമായി ഇറങ്ങേണ്ടി വന്നു അവിടെ നിന്ന്. ഇതിന്റെ അവസാനം പിന്നെ പറഞ്ഞു വെച്ചാൽ മുജാഹിദിന് ഉത്തരം പറയാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടപ്പോൾ ഞാൻ കോടിപ്പോരാണ്. ഇതൊരു നാലാമത്തെ പ്രസംഗിച്ചത്. മുജാഹിദികൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ അന്ന് നിസ്സഹായികളായി നിൽക്കുന്നു കണ്ടപ്പോൾ ഞാൻ കോടിപ്പോയതാണ്. ഇത് ഇന്ന് മാത്രമല്ല, ഇതിന് വേറൊരു ന്യായം കൂടി. ഇത് എഴുതിയത്, ഇത് സിറാജിൽ എഴുതിയത് ആരാ? പിന്നെ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നതുള്ളത്. അത് ഇയാൾ പറയുന്നത് രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്, ബംഗാളി എഴുതിയതല്ല. അത് രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ എഴുതിയതാണ്. അത് മാറ്റിയിട്ട് രാഷ്ട്രീയക്കാരൻ എഴുതിയത്. അത് സാധാരണക്കാർ കേൾക്കുമ്പോ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ ഉമ്മൻചാണ്ടി എഴുതാവും, അതല്ലെങ്കിൽ പിണറായി വിജയൻ എഴുതാവും എന്ന് തെറ്റിദ്ധരിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് അത് രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. എന്നാ വിടൂല. ഇത് സുന്നി വോയിസാണ്. സിറാജ് മാത്രമല്ല, ഈ സുന്നി വോയിസിൽ വളരെ വ്യക്തമായി എഴുതി സമസ്ത മുൻ ജോയിന്റ് സെക്രട്ടറി KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷ ലലാലിയത്തും കുഫ്രിയത്തുമാണെന്നാണ് മുൻ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരുടെ വാദം. കണ്ടോ? കുഫ്രിയത്താണെന്നാണ്. അഥവാ ഈ പറയുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണെന്നാണ്. ഇത് ഞാനിങ്ങോട്ട് വായിക്കാനുണ്ട്. നിങ്ങൾ വായിച്ചിട്ട് അവസാനം നിങ്ങൾ വിഷമിച്ചു. അത്ര വിശദീകരിക്കാനുണ്ട്, അത്ര വായിക്കാനുണ്ട്. ഇന്നോക്ക് EK സമസ്തക്കാരെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തന് മുപ്പത്തി ഐറ്റം പറയുന്ന ഫെഡറേഷൻകാരോട് തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ച ചോദ്യം. ആരാ ഫെഡറേഷൻകാരൻ? ഇവിടുത്തെ EK സമസ്തക്കാര്. ആ EK സമസ്തക്കാരെ തുറന്ന് നമസ്കരിക്കാൻ പറ്റുമോ? ആ EK സമസ്തക്കാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? മറുപടി പറ്റില്ല. അതോ പറ്റില്ല. EKക്കാരെ തുറന്ന് നമസ്കരിക്കാൻ പറ്റില്ല. പിന്നെ ഈ സാധു കാതുറ മാത്രം നിങ്ങൾ ആലോചിച്ച് എത്ര ആളുകളുണ്ട് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഇലക്ഷൻ
അതോടുകൂടി പൊളിഞ്ഞു. എന്തൊക്കെയോ ആനത്തേഹാനും ഇങ്ങനെ പറഞ്ഞു നടന്നെങ്കിലും ഒന്നുമല്ല എന്ന് ഈ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഇലക്ഷൻ അഥവാ പൊന്നാനി തെരഞ്ഞെടുപ്പോടെ തെളിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എല്ലാം തെളിഞ്ഞു. അത് ഏതായിരുന്നാലും ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഈ ആൾപ്പൊരിപ്പം പറഞ്ഞ് നാട്യം നടിക്കുന്ന ആളുകളുടെ പൊള്ളത്തരങ്ങൾ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ടല്ലോ. അത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങളായി അവശേഷിക്കുന്നത് നമ്മുടെ നാട്ടിലെ 4 SSFകാർ മാത്രമാണ്. ബാക്കിയുള്ളവർ മുഴുവൻ കാഫിറുകളാണ് എന്ന് വാദിക്കുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഞങ്ങളെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? മുജാഹിദുകളെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവിടുത്തെ ഐക്യസമസ്യക്കാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്താണ് ഐക്യസമസ്യക്കാരെ കുറിച്ച് അഭിപ്രായം? സംസ്ഥാന സുന്നികളെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? അപ്പോ നോക്കി വരുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും കാഫിർ. നേരെ മറിച്ച് ഈ പറയുന്ന കാന്തപുരം സുന്നികൾ 5-6 ആളുകൾ മാത്രം, ഈ 2 SSFകാർ മാത്രമാണ് മുസ്ലിം എന്നാണ്. അത് ബാക്കിയുള്ളവരെ മുഴുവൻ ഇത് സഹാബത്തുക്കളിൽ ചെല്ലിയിട്ട് ആ മുസ്ലിമാക്കേണ്ടി വരുമോ? ഇനി കേട്ടോളൂ. മുബത്തദീനെ പിന്തുടരുക, അതിനോട് പ്രിയം വെക്കുക, എല്ലാം ദീനിനെ പൊളിക്കുന്ന കാര്യമാണ് എന്നാണ് അബൂദാവൂദ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ദീൻ പൊളിയന്മാരെ തുറന്നമസ്കരിക്കൽ അതുകൊണ്ട് പാടില്ല. അതായത് ഈക്യസമസ്തക്കാരെ കുറിച്ചാണ് ചോദ്യം. അവർ തുറന്നമസ്കരിക്കാൻ പാടില്ല. ഇത് സുന്നി വേദിയിൽ വന്ന ചോദ്യോത്തരമാണ്. ഇങ്ങനെ ഒരുപാട് ആ വിഷയത്തിൽ വിശദീകരിക്കാനുണ്ട്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഒന്നുകൂടി ഞാൻ ബയാൻ ചെയ്തു തരാം, എന്റെ സഹോദരന്റെ സംശയം തീരാൻ. ഇതിപ്പോ ഈ ചിലപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തന്നാണ് ചെറുക്ക് മനസ്സിലാവുള്ളൂ. നേർക്ക് നേരെ പറഞ്ഞാൽ ചിലവ് മനസ്സിലാവൂല എന്നുള്ളത് കൊണ്ട് ആ ആദ്യം തരുന്ന ആ കയ്പുള്ള കഷായം അതാണ് ഇപ്പൊ തന്നത്. അത് കുടിക്കാതെ പൊട്ടും ഒലിക്കും, ആ ചോരയും അഴുപ്പിലൊക്കെ പുറത്തു പോകും. അതിനുള്ള കഷായമാണ് ഇപ്പൊ തന്നത്. അങ്ങനെ ചോര ഒലിക്കട്ടെ, ഒലിച്ചു പോകട്ടെ. ഇനി ഈ വിഷയത്തിലുള്ള നിലപാട് അത് പറഞ്ഞുതരാം. സാധാരണ ഇസ്ലാമിന്റെ പൊതുവായൊരു നിലപാട് കേട്ടോളൂ. ശിർക്ക്, ആ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകൾ, അവരോടുള്ള നിലപാട്, ആ നിലപാട് പറഞ്ഞു തരാം. ഒന്ന്, വേദം ഇല്ലാത്ത പച്ചയായ മുശ്രിക്കുകൾ. യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആൻ വിളിച്ചവർ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് ഖുർആൻ വിളിച്ചവർ, ആ വിളിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഉള്ള ഇടപെടലുകൾ, അവരുമായുള്ള ബന്ധം അതൊരു വേറെ രൂപത്തിലാണ്. അവരുമായുള്ള ബന്ധം വേറെ രൂപത്തിലാണ്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, വേദം നൽകപ്പെട്ടവരാണ്. യഹൂദികളെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെ, ആ യഹൂദികളെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെ വേദം നൽകപ്പെട്ടവർ, അവരോട് നിലപാടുണ്ട്. അത് ഈ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ച ആളുകളോടുള്ള നിലപാട് പോലെയല്ല. അവരർത്ഥത് കഴിക്കാം എന്ന് ഖുർആൻ പറയുന്നു. അവരുടെ പെൺമക്കളെ വിവാഹം ചെയ്യാമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിന്റെ ഉപാധികളും അംഗീകരിക്കുന്നു. നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത് അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിച്ച അവരോട് സ്വീകരിക്കുന്ന നിലപാട്, ആ നിലപാടല്ല യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, അവരുടെ വിളി തന്നെ മാറി. യാ അയ്യുഹൽ കാഫിറൂൻ എന്നല്ല അവരെ വിളിച്ചത്, അയ്യുഹൽ മുശ്രിക്കൂൻ അല്ല വിളിച്ചത്. നേരെ മറിച്ച് യാ അഹ്ലൽ കിതാബ്, വിളി തന്നെ മാറി. വേദക്കാരെ, അവരോട് വേറെ നിലപാടാണ്. ഇനി ഇത് രണ്ടുമല്ല, വിശ്വാസികളായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഈമാനില്ല, അവരുടെ മനസ്സിൽ വിശ്വാസമില്ല. അവർ മുനാഫിക്കുകളാണ്, അവർ കപട വിശ്വാസികളാണ്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, വമിനന്നാസി, മനുഷ്യരിൽ ചിലരുണ്ട്, ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾക്ക് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എന്നവർ പറയുന്നു. വമാ ഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. യുഹാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്തഊന ഇല്ലാ അൻഫുസഹും വമാ യശഊറൂൻ. അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്നവരാണ്, വിശ്വാസികളെ വഞ്ചിക്കാൻ ഇറങ്ങിയവരാണ്. യഥാർത്ഥത്തിൽ അവരവരെ തന്നെയല്ലാതെ വഞ്ചിക്കുന്നില്ല എന്ന് ഖുർആൻ പറഞ്ഞ മുനാഫിക്കുകൾ. പക്ഷേ അവർ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. അവർ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കൂടെ നമസ്കരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകുമ്പോൾ മുനാഫിക്കുകൾ കൂടെയുണ്ട്. ആ മുനാഫിക്കുകളോടുള്ള നിലപാട് വേറെയാണ്, അവരോടുള്ള നിലപാട് വേറെയാണ്. അവർക്ക് ഗനീമത്തിന്റെ സ്വത്ത് ഉണ്ട്, ഒരു യുദ്ധമുതൽ കിട്ടിയാൽ മുനാഫിക്കിനും കൊടുക്കും. അതുപോലെ തന്നെ അവരുമായുള്ള ബാഹ്യമായ ഇടപെടലുകൾ അത് നടത്തും. ആ അറിയപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെട്ട നിലക്ക് വന്നിട്ടുള്ള മുനാഫിക്കുകൾ അവരുടെ കാര്യത്തിൽ ചില കടുത്ത നിലപാടൊഴിച്ചാൽ അറിയപ്പെടാതെ മുസ്ലിം സമൂഹത്തിനിടയിൽ വിശ്വാസമുണ്ടെന്ന് നാവുകൊണ്ട് പറയുകയും എന്നാൽ മനസ്സിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരോട് മുസ്ലിങ്ങളോട് പൊതുവായി സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ
തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ള ഇവിടുത്തെ മുസ്ലിം എന്ന് പറയുന്നവരുടെ പെൺമക്കളെ വിവാഹം കഴിക്കുന്നു? ഞങ്ങൾക്ക് കഴിക്കാം. ഷഹാദത്തുകൾ ചെല്ലിക്കണോ? വേണ്ട. കാരണം ഞാൻ മുസ്ലിമാണ് എന്നൊരാൾ പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നീ മുസ്ലിമല്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അവന്റെ കാര്യം അല്ലാഹുവിലേക്ക് വിടാം, അവന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് വിടാം. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ മുസ്ലിം മൊത്തത്തിൽ സ്വീകരിക്കേണ്ട പരസ്പര മര്യാദകൾ ആ തരത്തിലുള്ള എല്ലാ ആളുകളോടും കാണിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഞങ്ങളത് പാലിക്കുന്നുണ്ട്. പക്ഷേ കാഫിറാക്കുന്നതും അതുപോലെ തന്നെ സ്വന്തം ആദർശത്തിൽ നിൽക്കുന്നവർ തന്നെ, അല്ലയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവർ തന്നെ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ആദർശപരമായി ഐക്യമുണ്ട് എന്ന് പറയുന്നവർ തന്നെ, അവരെക്കുറിച്ച് തന്നെ കാഫിറെന്ന് പരസ്യമായി പ്രസംഗിച്ചവരും, അതുപോലെ തന്നെ തത്വയിറക്കിയവരും, അത് എഴുതിവിട്ടവരും, അതുപോലെ തന്നെ നാടുകളെ പ്രസംഗിച്ചവരും ഇവിടെയുണ്ട്. അവരാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ കാഫിറാക്കല്ലേ? ആ കാലൊന്ന് തപ്പിനോക്ക്, വലിയ മന്ത് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ മന്തില്ല. ആ മന്ത് മൂടി വെച്ചിട്ടാണ് ഇങ്ങോട്ട് മന്ദ എന്ന് വിളിക്കാൻ ശ്രമിച്ചത്. അതേതായാലും നടപ്പാവുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മനസ്സാകാം.